നമസ്കാരം. വീക്ഷേത്രയിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംപവർ മെയിൻ പേജിൽ നിന്നും വീക്ഷേത്ര ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ നിൽക്കുന്ന ടെറസിലെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. സൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റ് ഐ ഡി, കൂടാതെ ഡാറ്റ കപ്പാസിറ്റി, എത്ര യൂസേജ് നടന്നിട്ടുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. കൂടാതെ ഈ സൈറ്റ് ഏത് ഹയറാർക്കിയിലുള്ളതാണ്, അതായത് ഏത് ഡിസ്ട്രിബ്യൂഷൻ അണ്ടറിലുള്ള സൈറ്റാണ്, അല്ലെങ്കിൽ ഏത് TSM ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. കൂടാതെ ആ സൈറ്റിൻ്റെ അണ്ടറിൽ നടന്നിട്ടുള്ള ആക്ടിവേഷൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതിൻ്റെ സോഗ, കോമ്പറ്റീഷൻ സോഗ, എത്ര ആക്ടിവേഷൻ നടന്നു ഈ മാസം ഇതുവരെ, കഴിഞ്ഞ മാസം ടോട്ടൽ ആക്ടിവേഷൻ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണോ അതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അണ്ടറിൽ എത്ര സൈറ്റ് ഉണ്ട്, കൂടാതെ എത്ര റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അങ്ങനെ ഓരോ റീറ്റെയിലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കും. കൂടാതെ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ അണ്ടറിൽ എത്ര ആക്ടിവേഷൻ നടന്നു, ഈ മാസത്തെ ആക്ടിവേഷൻ, കൂടാതെ കഴിഞ്ഞ മാസം ടോട്ടൽ ആക്ടിവേഷൻ, അതിൻ്റെ സോഗ, കോമ്പറ്റീഷൻ സോഗ തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. സോഗ ഇൻഡസ്ട്രി ഉൾപ്പെടെ. അവിടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ അണ്ടറിൽ എത്ര URO അല്ലെങ്കിൽ എത്ര UA ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. റീറ്റെയിൽ ലിസ്റ്റിൽ നിന്നും നമ്മളൊരു ഔട്ട്ലെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയാണ്, URO ആണോ അല്ലെങ്കിൽ UA ആണോ, UA 3 ആണോ, കൂടാതെ അവരുടെ ആക്ടിവേഷൻ സ്റ്റാറ്റസ്, പിന്നെ DSC, ഏത് DSC ആണോ അവിടെ സർവീസ് ചെയ്യുന്നത്, ഏത് ഡിസ്ട്രിബ്യൂട്ടറാണോ, പിന്നെ കൂടാതെ ആ DSC ലാസ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഉൾപ്പെടെയെല്ലാം നമുക്കറിയാൻ സാധിക്കും. ഇവിടെ മുകളിലുള്ളൊരു ഫിൽട്ടർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫിൽട്ടർ ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ നമുക്ക് UA ഔട്ട്ലെറ്റ് ഫിൽട്ടർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഔട്ട്ലെറ്റിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കൂടാതെ അത് ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന മാപ്പ്, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് റീറ്റെയിലാണ്, അവിടുത്തെ DSC ഏതാണ്, അവരുടെ ലാസ്റ്റ് വിസിറ്റ് ടൈം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഫിൽട്ടർ ചെയ്തറിയാൻ സാധിക്കും. ഇങ്ങനെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഓരോരോ ഔട്ട്ലെറ്റിൻ്റെയും ആക്ടിവേഷൻ സ്റ്റാറ്റസ് നമുക്ക് എടുത്തു നോക്കാൻ പറ്റും. അവരുടെ എത്ര ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്, കൂടാതെ അവിടുത്തെ DSC ഏതാണ്, ആ DSC ലാസ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കുന്ന ടൈം, അതെല്ലാം നമുക്കിങ്ങനെ ഓരോരോ ഔട്ട്ലെറ്റ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ന്യൂ സെൽ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഇവിടെ 2 സൈറ്റാണ് പുതിയതായിട്ട് വന്നത് കാണിക്കുന്നത്. അപ്പോൾ ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ എടുത്ത് നോക്കാം. അവിടുത്തെ ആക്ടിവേഷൻ, അവരുടെ സോഗ, കോമ്പറ്റീഷൻ സോഗ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. കൂടാതെ അവിടുത്തെ ബേസ്, അവിടുത്തെ ഔട്ട്ലെറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ടൈപ്പ് ഔട്ട്ലെറ്റാണുള്ളത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഈ വീക്ഷേത്ര എന്ന് പറയുന്ന ഫെസിലിറ്റി എല്ലാവരും എല്ലാ ദിവസവും യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് ഇതുപോലുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും.